പ്രേമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയ മാന്യപേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആയിരിക്കുന്ന വൈദികരെ നമുക്ക് പരിചയപ്പെടാം. ഫാദർ ജോസ് തയ്യിൽ VC, ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ VC, ഫാദർ ജോസഫ് ഓണാട്ട് VC, ഞാൻ ഫാദർ അഖിൽ പത്തിൽ VC. നമ്മെല്ലാവരും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഏകവും പരിശുദ്ധവും ശ്ലാഹികവും സാർവത്രികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് സഭയോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സഭയുടെ 4 ലക്ഷണങ്ങളായി സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടുകയും നമുക്ക് ധ്യാനിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഏകമാണ്, വിശുദ്ധമാണ്, ശ്ലൈഹികമാണ്, സാർവത്രികമാണ് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇന്ന് കൂടുതൽ ചിന്തകൾ പങ്കുവയ്ക്കാം. പക്ഷേ ഈ സഭ ഏകമാണെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പറ്റം ജനതയുടെയൊക്കെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു സംശയമുണ്ട്. നമുക്കറിയാം, സഭ ഏകമാണെന്ന് പറയുമ്പോൾ സഭയിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടല്ലോ. ഉദാഹരണമായി പറഞ്ഞാൽ പാശ്ചാത്യ സഭയുണ്ട്, പൗരസ്ത്യ സഭകളുണ്ട്. ഈ പൗരസ്ത്യ സഭകൾ എന്ന് പറയുമ്പോൾ വീണ്ടും അതിനകത്ത് ഡിവിഷൻസ് ഉണ്ട്. 23 സഭകളുടെ കൂട്ടായ്മയാണ് ഈ പൗരസ്ത്യ സഭകൾ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഒരു സഭയാണ് സീറോ മലബാർ സഭ. കേരളത്തിൽ സീറോ മലങ്കര സഭയുണ്ട്, അതോടൊപ്പം ലത്തീൻ സഭയുണ്ട്. അത് പാശ്ചാത്യ സഭയാണ്. അപ്പോൾ ഇത്രയേറെ ഡിവിഷൻസ് ഉണ്ടായിട്ട് നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സഭ ഏകമാണ്, ഏകമാണ്, ഏകമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന യുവജനങ്ങൾക്കൊക്കെ ചിലപ്പോഴൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഇത്രയൊക്കെ ഡിവിഷൻസ് ഉണ്ടായിട്ടും ഇത്രയൊക്കെ സംഭവബഹുലമായിട്ടും ഇതെങ്ങനെയാണ് ഒന്നാകുന്നത്, ഏകമാകുന്നതെന്ന് സംശയം ഉണ്ടാകും. അപ്പം അതിനോട് നമുക്ക് എങ്ങനെയായിരിക്കാം ഈ ഒരു തലമുറയിൽ നമുക്ക് അതിനെ ഒന്ന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത്? അച്ഛൻ പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമാണ്. സഭ ഏകമാണെന്ന് പറയുന്നു. അച്ഛൻ പറഞ്ഞു പാശ്ചാത്യ സഭ എന്ന് പറയുന്ന ഒരു സഭ, പൗരസ്ത്യ സഭകൾ 23 സഭകളുണ്ട്. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ ഈ ഏകത്വം എന്ന് പറയുന്നത് എന്താണ്? ഏകമാണെന്ന്, സഭ ഏകമാണെന്നും പറയുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ അവിടെ ഒരു സീറോ മലബാർ സഭയുടെ ഒരു പള്ളിയുണ്ട്, ലാറ്റിൻ സഭയുടെ ഒരു പള്ളിയുണ്ട്, മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു പള്ളിയുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നു സഭ ഒന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഏക സഭയുടെ തന്നെ ഭാഗമാണ് ഈ 3 പള്ളികളും. അപ്പോൾ ഇന്ന് പലരും ചോദിക്കുന്ന, ഇപ്പം ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ സഭകൾക്കിടയിൽ തന്നെ ഐക്യമില്ല, ഇതെന്ത് പല സഭകളാണല്ലോ, എന്നിട്ട് നിങ്ങൾ പറയുന്നു സഭ ഏകമാണ്, ഇതെന്താണ്? ഇപ്പം ഏതാ പ്രാർത്ഥിക്കുന്നത്, ഏതാണ് ശരി? ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് സഭ ഏകമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകസഭയേ ഉള്ളൂ. അത് ഏകരക്ഷകനായ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഏക രക്ഷാകര സഭ. ആ ഏകരക്ഷാകര സഭയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പാശ്ചാത്യ സഭ, പൗരസ്ത്യ സഭകളും. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2ാം വത്തിക്കാൻ കൗൺസിലാണ് കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കുന്നത്. ഈ ഏകത്വം എന്ന് പറയുന്നത് എണ്ണത്തിൽ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഉണ്ട്, സംഖ്യാപരമായ ഒരു ഏകത്വമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ആന്തരികമായ ഒരു ഏകത്വം അവിടെ ഉണ്ട്. ആന്തരികം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളില്ല. ഒന്ന് വിശ്വാസപരമായ ഏകത്വം, 2 കൂട്ടായ്മയിലുള്ള ഏകത്വം. വിശ്വാസപരമായ ഏകത്വം എന്ന് പറയുന്നത് എന്താ? നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? ക്രിസ്തു എന്ന ഏക രക്ഷകനിൽ വിശ്വസിക്കുന്നു, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പാശ്ചാത്യ സഭയ്ക്കും പൗരസ്ത്യ സഭകൾക്കും ഈ വിശ്വാസ പ്രമാണം ഒന്നാണ്, അതിലൊരു മാറ്റവും ഇല്ല. അപ്പം അതാണ് വിശ്വാസത്തിലുള്ള ഐക്യം എന്ന് പറയാം. ഇനി കൂട്ടായ്മയിലുള്ള ഐക്യം എന്ന് പറയുമ്പോൾ എന്താ? നമുക്കൊരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മ എന്താ? മാർപ്പാപ്പ, മെത്രാന്മാര്, വൈദികര്, സന്യസ്തര്, അൽമായ ജനം. ഇത് എല്ലാ സഭകളിലും ഒരുപോലെ എല്ലാവരും ഈ മാർപ്പാപ്പയുടെ കീഴിലാണ് വരുന്നത്. അതാണ് കൂട്ടായ്മയിലുള്ള ഏകത്വം. ഇതാണ് സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ സഭ മനസ്സിലാക്കുന്നത്. ഈ പൗലോസ്ലീഹ പറയുന്ന ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ, അങ്ങനെയായിട്ട് ഇതൊരു ബന്ധമുണ്ടോ? ഉറപ്പായിട്ടും. കാര്യം സഭ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട ഒരു ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ്. അപ്പോൾ സഭയുടെ ശിരസ് എന്താ? ക്രിസ്തുവാണ്. ബാക്കി നമ്മളെല്ലാവരും വ്യക്തികളായ, ശരിക്കും സഭ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടതാണ്. അതിനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ഞാനുമാണ് സഭ, അച്ഛനുമാണ് സഭ, അച്ഛനുമാണ് സഭ, അച്ഛനുമാണ് സഭ. അപ്പം നമ്മളെല്ലാവരുമാണ് സഭ. അതാണ് നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ അല്ല, നമ്മളെല്ലാ വ്യക്തികളും സഭ. അപ്പോൾ ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ശിരസായ ക്രിസ്തു ശിരസായി വരുന്ന ആ സഭയുടെ ഓരോ ഭാഗങ്ങളാണ് ഈ സീറോ മലബാർ സഭയിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ മലങ്കര സഭയിലെ അംഗങ്ങൾ,
എല്ലാവരും ഈ ഒറ്റ സഭയുടെ ഏക ശരീരമാകുന്ന സഭയുടെ പല അവയവങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനാകുന്ന ഒരു ദൈവജനം ഈ സഭയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ക്രിസ്തുവായ ശരീരത്തിന് വേദനിക്കും. പൗലോസ്ലീഹയാണല്ലോ അത് പറയുന്നത്. സഭ ഏകത്വമാണ് എന്ന് പറയുന്നതിന് ഒരു ബിബ്ലിക്കൽ അടിസ്ഥാനം ഒന്ന് അതാണ്. മറ്റു ഉദാഹരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈശോ തന്നെ പറയുമ്പോൾ പറയും, ഞാൻ ഇടയിലും നിങ്ങൾ ആടുകളുമാണ്. നമ്മൾ ഒരു ആട്ടിൻ തൊഴുത്തിൽ ഒരു ആലയമാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശോ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകളുമാണ്. ഇതെല്ലാം ഒന്നാണ് എന്നതിന്റെ ഒരു സൂചനകളാണ്. മുന്തിരിച്ചെടി ക്രിസ്തുവാണ്, ശാഖകൾ നമ്മളെല്ലാവരും. അപ്പൊ ഇതെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈശോയായിട്ടാണ്. അതുപോലെ തന്നെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് അതിനെ ഇച്ചിരി കൊണ്ട് വ്യാഖ്യാനിക്കും. വേദനയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗം വേദനിക്കും, മറ്റുള്ളവർക്ക് വേദനിക്കും. അപ്പൊ സഭയില് ഒരാൾക്ക് ഒരു വേദന എന്ന് പറഞ്ഞാൽ സഭയുടെ മുഴുവൻ വേദനയാണ്. സഭയുടെ ഒരാളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ സഭയുടെ മുഴുവൻ സന്തോഷമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഒന്നാണ് എന്ന് പറയുന്നതിന്റെ ഒരു വലിയൊരു സൂചനയും ഒരു അർത്ഥതലങ്ങളിലേക്കും ഒക്കെ തിരുവചനത്തിൽ ഇതൊന്നാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യം. പിന്നെ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ പ്രാർത്ഥന പുരോഹിത പ്രാർത്ഥന, പൗരോഹിത്യ പ്രാർത്ഥനയിലേക്ക് ക്രിസ്തു പ്രവേശിക്കുമ്പോൾ അതിന്റെ അവസാനം പ്രാർത്ഥിക്കുന്നത് സഭയുടെ ഒരുമയ്ക്ക് വേണ്ടിയാണ്. ക്രിസ്തു ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കാലാകാലങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന സഭയെ മുൻപിൽ കണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മുൻപിൽ കണ്ട്, എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കാണുകയാണ്, നമ്മളെയും കണ്ടു, നമുക്ക് ശേഷം വരാനിരിക്കുന്ന സഭയിൽ അംഗങ്ങളെ മുഴുവൻ കണ്ട് സഭയുടെ പ്രതിസന്ധികളെ വരെ മുമ്പിൽ കണ്ടുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരങ്ങൾ പിടിച്ച് സഭയുടെ ഏറ്റവും ആദ്യത്തെ പൗരോഹിത്യം നിത്യപുരോഹിതൻ പ്രാർത്ഥിച്ചു. ഈ സഭയെ നിലനിൽക്കാൻ, ഒരുമയിൽ നിലനിൽക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തന്നെ വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന സഭയുടെ ശിരസ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഒന്നാകാൻ വേണ്ടിയുള്ള ഒരു യൂണിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തുറന്നു കൊണ്ടുപോകാനായിട്ട്. ഏകത്വം എന്ന് പറയുമ്പോൾ അതിന്റെ തീർച്ചയായിട്ടും അതിനുണ്ടാകുന്ന ഒരു ഐക്യമാണ് സഭ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കറിയാം, ത്രിത്വൈക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതുപോലെ തന്നെ അപ്പോൾ അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു സ്നേഹമാണ് അവരെ ഒന്നിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ സഭയെ ഒന്നിപ്പിക്കുന്നത് 24 വ്യക്തിപരമായ സഭകളുണ്ട്. അതിലൊന്ന് പാശ്ചാത്യ സഭയായ ലത്തീൻ സഭയാണ്. ബാക്കി 23 പൗരസ്ത്യ സഭകളാണ്. എങ്കിൽ പോലും ഈ 24 സഭകളുടെ ഇടയിൽ ആന്തരികമായിട്ടുള്ള ഒരു സ്നേഹം നിലനിൽക്കുന്നു. ബാഹ്യമായിട്ട് നമുക്ക് പ്രകടമായി നമുക്ക് കാണാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ചില പ്രകടനങ്ങൾ കാണാം. ഞാൻ ഈ ആന്തരികമായൊരു സ്നേഹം നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ആഴ്ച മുൻപ് സിറിയയിൽ ഒരു ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചാവേർ ആക്രമണം ഉണ്ടാവുകയും ഏകദേശം 30-ന് മുകളിൽ ക്രൈസ്തവ വിശ്വാസികൾ മരണമടയുകയും ചെയ്തു. ഇവരെ എനിക്കറിയത്തില്ല, ജീവിതത്തിൽ ഒരിക്കലും ഇവരുമായിട്ട് കണ്ടുമുട്ടാൻ ഒരു സാധ്യതയില്ല, ഒരു ബന്ധവുമില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ ആന്തരികമായി നിൽക്കുന്ന ഒരു സ്നേഹം കാരണം അവർ മരിച്ചതിനെ ഓർത്ത് ഞാൻ വേദനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് ആന്തരികമായിട്ട് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു സ്നേഹമാണ്. പാലായിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, 10-18 വയസ്സോളം ഉള്ള ഒരു പെൺകുട്ടി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ആ ഒരു കൊച്ചുകുട്ടി മരിച്ചത്, ഈ പെൺകുട്ടിയെ നമ്മൾ കണ്ടിട്ടുമില്ല, അവളെക്കുറിച്ച് കേട്ടിട്ടുമില്ല. എന്നാൽ അവൾ മരിച്ചപ്പോൾ അത് നമ്മളിൽ ഒരു ആന്തരികമായിട്ടുള്ളൊരു സങ്കടം ഉളവാക്കി. കാരണം ഇവള് എൻ്റെയും കൂടെ ഒരു ഭാഗമാണല്ലോ എന്നുള്ളൊരു ചിന്ത. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ചില നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ നാമം പേറുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. കാരണം അവർ വിശ്വാസത്തിൽ നിന്ന് അകന്ന്, ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നല്ലോ. അപ്പം ഇതാണൊരു, അതുപോലെ തന്നെ കടബാധ്യതയിൽ പെട്ട് ക്ലേശിച്ച് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു. അവരൊരു ക്രൈസ്തവ കുടുംബമാണെന്ന് അറിയുമ്പോൾ നമുക്ക് എന്നിൽ നിറയുന്ന ഒരു കുറ്റബോധമോ പാപബോധമോ ഉണ്ട്. കാരണം ഞാനും കൂടെ അടങ്ങുന്ന ഒരു സമൂഹത്തിന് ഈ ഒരു സമൂഹത്തിന്റെ വേദന മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതാണ് ഒരു സ്നേഹത്തിന്റെ ഒരു വണ്ണസ് നമ്മളിൽ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ആന്തരികമായിട്ട് നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാലയളവിൽ നമുക്കറിയാലോ, പുതിയ മാർപ്പാപ്പ സഭയിൽ വന്നു. നമുക്കറിയാം, മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു. ആ വെള്ളപ്പുക പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജനം ഈ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അവിടെ വന്നിട്ട് വത്തിക്കാനിലെ ചതുരത്തിൽ വന്ന് തടിച്ചുകൂടാൻ വേണ്ടി തുടങ്ങി. കാരണം ഇനി അധികം താമസിക്കാതെ പുതിയ മാർപ്പാപ്പ വരും. എത്രയോ ദേശങ്ങളിൽ നിന്നും വന്നിരുന്ന ജനങ്ങളാണ്, എത്രയോ വിവിധ റീത്തുകളിൽ. ഇവരെല്ലാവരും രാജ്യത്തിന്റെ പതാക ഏന്തി നിൽക്കുന്നുണ്ട്, പല രാജ്യങ്ങളുടെ പതാക ഏന്തിയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ മാർപ്പാപ്പ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ
നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം ആ പുതിയ മാർപ്പാപ്പയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് സഭയുടെ യൂണിറ്റിയുടെ വിസിബിൾ സൈൻ, അടയാളം എന്ന് പറയുന്നത് പോപ്പാണ്, പത്രോസിന്റെ പിൻഗാമിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പിൻഗാമിയെ നോക്കിയാണ് സഭ ഇന്നും ഒന്നാണോ എന്ന് ചോദിച്ച് ആരെങ്കിലും അടയാളം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട സ്ഥലം പത്രോസിന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ മാർപ്പാപ്പയെ നോക്കി. ഡോക്ടർ പറഞ്ഞ പോലെ ഹൈറാർക്കിക്കൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്ത് പോകുന്ന സമയം തന്നെയാണ്. അപ്പൊ മാർപ്പാപ്പ ഒന്നൊരൊറ്റ അധികാരി, പിതാവ്, ആ പിതാവിൽ കേന്ദ്രീകൃതമായിട്ട് ബാക്കി എല്ലാവരെയും, പിതാവ് മാർപ്പാപ്പ പറയുന്നത് മെത്രാന്മാരെല്ലാവരും അനുസരിക്കുന്നു, മെത്രാന്മാർ പറയുന്ന ബാക്കി പുരോഹിതരെല്ലാം അനുസരിക്കുന്നു, ജനങ്ങളും അനുസരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയാണ്. അതിനാണ് നമ്മുടെ സഭയെ ഈ ഒരുമയിൽ ഒരുമിച്ചേർത്തെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞ സഭയില് മറ്റ് വിഘടിത സഭകൾ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. കാര്യം പത്രോസിന്റെ അധികാരത്തെ പലർക്കും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്. ആദ്യം പ്രൊട്ടസ്റ്റന്റ് സഭ വന്നു, പിന്നെ പെന്തക്കോസ്റ്റൽ സഭകൾ വന്നു. ഇവരാർക്കും ആ പത്രോസിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ മിക്കവാറും ഈ ഡിവിഷൻസ് വന്നിരിക്കുന്ന ഈ ഒരു പേരിലായിരിക്കും. പക്ഷെ നമ്മുടെ സഭയെ യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയെ ഇതുപോലെ നിലനിർത്തുന്നത് ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണ്. ആ പത്രോസിന്റെ അധികാരത്തെ നമ്മൾ ഇപ്പോഴും അതുപോലെ കാണുന്നത് കൊണ്ടാണ്. അതിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈശോ തന്നെ പറയുന്നുണ്ട്, പത്രോസെ, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. ഇപ്പൊ ഈ 267 മാർപ്പാപ്പന്മാര് ഇന്ന് ഇടതടവില്ലാതെ കത്തോലിക്ക സഭയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെ ഈശോ സ്ഥാപിച്ച ആ ഒരു ശ്ലൈഹിക പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് കത്തോലിക്ക സഭ ഏകസഭയാണെന്നും ദൈവത്താൽ അല്ലെ യേശുവിനാൽ സ്ഥാപിതമായതാണെന്നും ദൈവത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണെന്നും അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ സാധിക്കും. ഈ പിരിഞ്ഞു പോകുന്നവരാണെങ്കിലും ഇങ്ങനെ തന്നെ, പിരിഞ്ഞു പോകുന്നവർ പിന്നെ അവിടെ നിന്ന് വീണ്ടും പിരിഞ്ഞു. അതിന്റെ കാരണം ഇവർക്കൊരു പർട്ടിക്കുലർ ഹെഡ് ഇല്ലെന്നുള്ള ഒരു പ്രശ്നം കാരണമാണ്. ഒരിടയനും ആ ഇടയന് പിന്തലെയുള്ള ആട്ടിൻകൂട്ടവും. ഈശോ അത് തന്നെയാണ് പറയുന്നത്, ഒരു തൊഴുത്തും ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവും. ഈശോ ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്പൊ വിഘടിച്ചു പോകുന്നവരെല്ലാം തന്നെ ഈശോയുടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് തടസ്സമായിട്ട് നിൽക്കുക. അത് ഈശോ പറയുന്നല്ലോ, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് പറയുമ്പോഴും. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ കാണാം, പുറത്തുനിന്ന് ഒത്തിരി എക്സ്റ്റേണൽ ഫോഴ്സസ് സഭയെ തകർക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ചക്രവർത്തിമാരുടെ ആക്രമണമായിരിക്കാം, അല്ലെങ്കിൽ പാഷണ്ഡതയായിരിക്കാം, അങ്ങനെ ഒരുപാട് ആക്രമണങ്ങൾ സഭയുടെ തകർക്കാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ സഭ അന്നേരം ഒന്നും തകർക്കപ്പെടാതെ വീണ്ടും രക്തസാക്ഷികൾ ചുടുന്നതിനാൽ പരിപോഷിപ്പിക്കപ്പെട്ടു പോവുകയാണ്. സഭ എപ്പോഴാണ് തകർന്നത്? സഭ ഉള്ളിൽ നിന്നൊരു ഡിവിഷൻ വന്നപ്പോഴാണ്. ഉള്ളിൽ അവർ തമ്മിൽ അധികാരം തള്ളി പറയുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻസിന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് സഭ ഒരു വിഭജിക്കപ്പെട്ട അവസ്ഥയിലേക്ക്. ഈ പ്രൊട്ടസ്റ്റൻസ് വന്നതും അങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യൻ സഭ വരുന്നത് ഈ പത്രോസിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാത്തത് കൊണ്ട്. പിന്നീട് 1054 ഗ്രീക്ക് സഭയില് ഡിവിഷൻ വരുന്നതും എല്ലാം എല്ലാത്തിനകത്ത് ഉള്ളിൽ നിന്ന് എവിടെ പ്രശ്നം വന്നോ അവിടെ ഫ്രാക്ചർ ഉണ്ടാവും. അത് നമ്മളിപ്പം ഈ ചുമ്മാ സിമ്പിളായിട്ട് ഒരു മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബത്തിന്റെ സാഹചര്യം എടുത്ത് നോക്കി. കുടുംബത്തിന് നമ്മൾ സഭയിൽ ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ്, ഗാർഹിക സഭയായിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന ആ ഒരു ഗാർഹിക സഭയായ ആ സഭയിൽ അപ്പനും അമ്മയും മക്കളും തമ്മിൽ പരസ്പര ധാരണയും സ്നേഹവും, അപ്പനെ അവർ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന മക്കള്, ഇങ്ങനെ ഒരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ പോകുന്നൊരു കുടുംബമാണെങ്കിൽ ബാക്കി അയലോകംകാരന് എത്ര പ്രഷർ ഇവർക്ക് ഉണ്ടായാലും, എത്ര ഇപ്പൊ പരദൂഷണോ അങ്ങനെ അവരെ കുറ്റങ്ങൾ പറയുകളോ, അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുടുംബം തകർക്കപ്പെടത്തില്ല. പക്ഷെ ഉള്ളിൽ നിന്നൊരു കോൺഫ്ലിക്റ്റ്, ഇപ്പം സഹോദരങ്ങൾ തമ്മിൽ എന്തിൻ്റെ കാര്യമായിക്കോട്ടെ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ, അപ്പനും അമ്മയും തമ്മിലും ഒരു കോൺഫ്ലിക്റ്റ് ഇന്റേണലി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിഘടിക്കും. അവർ പിന്നെ വിഭജിച്ച് 3 അടുപ്പുണ്ടാവും, പിന്നെ 3 കഞ്ഞിവെപ്പുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് വരും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചു പോകുന്നത്. സഭ ഇങ്ങനെ വിഘടിക്കുന്നതിനെ കുറിച്ച് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിനകത്ത് പറയുന്നുണ്ട്, എവിടെ പാപങ്ങളുണ്ടോ അവിടെ വിഭജനങ്ങളും ശീഷ്മകളും പാഷണ്ഡതകളും തർക്കങ്ങളും ഉണ്ടാകും. എവിടെ സുഹൃതമുണ്ടോ അവിടെ യോജിപ്പും ഐക്യവും ഉണ്ടാവും. അവയിൽ നിന്ന് എല്ലാ വിശ്വാസികളുടേതുമായ ഏക ഹൃദയവും ഏക ആത്മാവും ഉടലെടുക്കും. അപ്പം സഭയിൽ എവിടെയെങ്കിലുമൊക്കെ ഈ തിന്മയുടെ ശക്തി പ്രബലമായി കഴിയുമ്പോൾ, അതായത് പാപം പ്രബലമാകുമ്പോഴാണ് സഭയിൽ ഈ വിഘടനങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, സഭയുടെ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ സഭയെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ പോലും നമുക്ക് സഭയ്ക്ക് ഏറ്റിരിക്കുന്നത് സഭയ്ക്കുള്ളിൽ വിഭജനങ്ങൾ ഉണ്ടായപ്പോഴാണ്. അതായത് 1054 നമ്മുടെ സഭയിൽ ചെറിയ തിയോളജി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ, പാശ്ചാത്യം പൗരസ്ത്യം വിഭജിച്ച് പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് പൗരസ്ത്യ സഭ
ഒട്ടോമൻ തുർക്കികളാൽ ആക്രമിക്കപ്പെടുകയും അവിടെ സഹായത്തിനെത്താൻ പാശ്ചാത്യ സഭ ഇല്ലാതെ പോവുകയും ചെയ്തതോടുകൂടി സഭ അവിടെ തകർന്നു, നാമാവശേഷമായി. അപ്പം അതുകൊണ്ട് നമ്മൾ ഈശോ നമുക്ക് നൽകിയ പ്രബോധനങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ തള്ളിക്കളയാതെ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ സഭ നിലനിൽക്കും. നമ്മളുടെ ഈ കൂട്ടായ്മ, നമ്മളെല്ലാം സീറോ മലബാർ സഭയിൽപ്പെട്ട ദൈവജനമാണ്. നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന ഈ ഒരു അധികാര തർക്കങ്ങൾ. തീർച്ചയായിട്ടും അത് പറയാൻ നമുക്ക് പറ്റും, ഇത് ഈശോയിൽ നിന്നല്ല, ഇത് ഈശോയിൽ നിന്നല്ല. ഈ തർക്കങ്ങളൊന്നും തന്നെ ഈശോയിൽ നിന്നല്ല, ഈശോ ആഗ്രഹിക്കുന്നതുമല്ല. തെരുവിൽ കടന്ന് നമ്മൾ പണിപ്പെടുമ്പോഴും സമരം വെക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോഴും പരസ്പരം ജയിക്കാൻ സാധിക്കുമെന്നുള്ളതല്ലാതെ ഈശോ അവിടെ തോൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈശോ തോറ്റുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഡിവിഷൻ കൊണ്ടുവരുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ലത്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം സഭ ഏകമായി നിലനിൽക്കുന്നതിന് വേണ്ടി. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തിന്മയുടെ ശക്തി സഭയെ തകർക്കും. അത് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾ വിഭജിക്കുമ്പോഴാണ് കുടുംബം തകരുന്നത്. ഇതിലൊരു സംശയം വരുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു പാശ്ചാത്യ സഭയുണ്ട്, പൗരസ്ത്യ സഭകളുണ്ട്. സഭ ഏകമാന്ന് പറയുമ്പോഴും എന്തിനാണ് ഇത്രയും ഇത്? അതെങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഇവരെ എങ്ങനെയാണ് ഒന്നിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞു വിശ്വാസത്തിലുള്ള കൂട്ടായ്മ. അപ്പൊ ഇതിന്റെ വ്യത്യാസങ്ങൾ എന്താണ്? ഇത് ഓരോ ദേശത്തിന്റെയും അനുസരിച്ച് അവരുടേതായ രീതികൾ അനുസരിച്ച് ഓരോ കാര്യങ്ങളും, അതായത് ഈ എല്ലാ സഭകൾക്കും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ ഏകമാക്കുന്നത് എന്താണ്? വിശ്വാസവും കൂട്ടായ്മയും. ഇതാണ് ഏകമാക്കുന്നത്. വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അതാണ് ഇവർ പറയുന്ന ആരാധനാക്രമങ്ങൾ. സീറോ മലബാർ സഭയ്ക്ക് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമങ്ങളുണ്ട്. സീറോ മലങ്കര സഭയ്ക്ക് അവരുടേതായ ആരാധനാക്രമങ്ങളുണ്ട്. ലാറ്റിൻ സഭയ്ക്ക് അവരുടേതായ ആരാധന. പിന്നെ ആധ്യാത്മികമായിട്ടുള്ള വിശ്വാസം, നമ്മൾ പറയുന്ന വിശ്വാസ സത്യങ്ങളല്ല, ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ സ്പിരിച്വാലിറ്റി. വെസ്റ്റേൺ സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ പറയും, ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ പറയും. അപ്പം ഈ മിസ്റ്റിസിസം ഒക്കെ കുറേയും കൂടെയും ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം അത് വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസങ്ങൾ വരുന്നത് ഈ ആരാധനാക്രമത്തിലും പിന്നെ നിയമങ്ങൾ. അപ്പം കാനൻ ലോ നിയമങ്ങൾ പറയുമ്പോൾ ഈസ്റ്റിന് നിയമങ്ങൾ അവരുടേതായ രീതിയിലുണ്ട്, വെസ്റ്റിന് അവരുടേതായ. അപ്പൊ ഇതിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അതല്ലാതെ വിശ്വാസപരമായ കാര്യത്തിലോ ഇനി അധികാര ശ്രേണികളിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ ബിഷപ്പുമാരുടെ പേട്രിയാക്കർ ചർച്ചസ് ഉണ്ട്, മെട്രോപൊളിറ്റൻ ചർച്ചസ് ഉണ്ട്. ഇതെല്ലാം ഒരു എന്താ പറയുക, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നല്ലാതെ പരമമായ വിശ്വാസത്തിലോ പരമമായ കൂട്ടായ്മയിലോ വ്യത്യാസം വരുന്നില്ല. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസം ഒന്നാണ്, നമ്മളുടെ അധികാരി ഒന്നാണ്. നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസം തന്നെയാണ് എല്ലാവരും ഏറ്റുപറയുന്നത്. എല്ലാവരും മാമോദീസ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. അത് ഈശോ പറഞ്ഞ അതേ ഒരു കാര്യം. എല്ലാവരും ചോദിക്കാവുന്ന ഒരു സംശയം ഇതാണ്. നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞു, നേരത്തെ എപ്പിസോഡുകളെല്ലാം പറഞ്ഞു, ഏകരക്ഷകനായി ഈശോ സ്ഥാപിച്ച ഏക സഭ. പക്ഷെ നോക്കുമ്പോൾ ഒരുപാട് സഭകൾ. അപ്പൊ ഇതെങ്ങനെ ഒരുപാട് സഭ? ഇപ്പം ഈശോ സ്ഥാപിച്ച ആ സഭ ഡിവൈഡ് ചെയ്ത് പല സഭകളാണ്? ഇല്ല. ഈ ശിഷ്യന്മാര് പല സ്ഥലങ്ങളിലേക്കും പോയി. ആ സ്ഥലങ്ങളിൽ അവരുടേതായ കൾച്ചറിൽ രൂപപ്പെട്ടു വന്ന പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയാണ് ഈ പല ഓറിയന്റൽ ചർച്ചസ് വരുന്നത്. ഇനി അതിനകത്ത് തന്നെ ഓറിയന്റലിൽ വെസ്റ്റ്, ഈസ്റ്റ്, അതിനകത്ത് തന്നെ വ്യത്യാസങ്ങളുണ്ട്. സിറിയക്ക്, നമ്മുടെ ഭാഷകൾ അനുസരിച്ച് സിറിയക്ക്, ഗ്രീക്ക്, അതെല്ലാം. അപ്പൊ ഇങ്ങനെയാണ് ആ സഭകൾ. പക്ഷെ ഇവരുടെ എല്ലാം നമ്മൾ തുടക്കം പറഞ്ഞ വിശ്വാസം ഒന്നാണ്, കൂട്ടായ്മയും ഒന്നാണ്. എപ്പോഴും ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ 4 പേരിക്കുമ്പോൾ നമുക്ക് 4 പേർക്ക് 4 സ്പിരിച്വാലിറ്റിയാ അല്ലേ? ശരിയല്ല. നമുക്ക് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ അല്ല ഒരിക്കലും അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇതിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ട് വരുന്നത് ക്രിസ്തുവും ഒരേയാളോടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞത്. വളരെ കറക്റ്റ് സിംബോളിസം. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ ശാഖകളുമാണെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള മുന്തിരി ശാഖകളാണല്ലോ. അപ്പോൾ പക്ഷെ മുന്തിരിവള്ളി എല്ലാം അത് മാത്രമല്ല, അത് വളരെ ദൂരത്തേക്ക് പടർന്ന് പോകും എത്രമാത്രം. പക്ഷെ അതെല്ലാം അത് ക്രിസ്തുവിൽ നിന്ന് അടർന്നു പോയിട്ടില്ലെങ്കിൽ അത് ഒരേ വിശ്വാസം തന്നെയാണ്. നമ്മൾ 4 പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് തന്നെയാണ്. പക്ഷെ നമ്മൾ 4 വ്യത്യസ്തമായ രീതിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ആരാധന അർപ്പിക്കുന്നത് ക്രിസ്തുവിനാണ്. ആരാധനാക്രമം വ്യത്യസ്തമാണ്. അതായത് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അപ്പം ഈശോ ആഗ്രഹിക്കുന്ന ഒരു സഭ കത്തോലിക്ക സഭയാണ് എന്ന് നമ്മൾ നിസ്സംശയം പറയണം, അത് പ്രഖ്യാപിക്കണം. അതുമാത്രമല്ല, ഈശോ ആഗ്രഹിക്കുന്ന ഒരു സഭ ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. നമ്മൾ
മറ്റ് വിശ്വാസങ്ങളിലുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതായത് ക്രൈസ്തവ വിശ്വാസത്തിലുള്ള മറ്റ് സഹോദരങ്ങളുണ്ട്, കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഇതര സഭാംഗങ്ങളുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവരും കൂടെ നമ്മളോടുകൂടെ ഐക്യത്തിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ആരെയും പോയവരെ തിരിച്ചു കൊണ്ടുവരിക തീർച്ചയായിട്ടും ആരെയും ഇകഴ്ത്താനോ അത് മോശമാണോ പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈശോ വിഭാവന ചെയ്യുന്ന സഭയോട് ചേർന്ന് നിൽക്കുന്ന സമൂഹമായിട്ട് മാറണം. അവിടെയാണ് സഭ ഒരു ശക്തിയായിട്ട് മാറുന്നത്. സഭ ഒരു ചാലക ശക്തിയായിട്ടൊക്കെ മാറുന്നത് ആ ഒരു ആസ്പെക്റ്റിലാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരം ഉണ്ടാകണമാണ്. ഈശോയെ പോലെ ഈശോയും പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്, പിതാവേ ഇവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി. അപ്പൊ ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളിൽ ശക്തിപ്പെടും. പിതാവേ നീ എന്നിലും ഞാൻ എന്നിലും അറിയുന്ന അവർ നമ്മിൽ ഒന്നായിരിക്കാൻ വേണ്ടി, ക്രിസ്തുവിലോ ദൈവത്തിൽ ഒന്നായിരിക്കാൻ. അത് തന്നെയാണ് നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിലും ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ആ വണ്ണസിനെയാണ് സഭ ഏകമാണെന്ന് നമ്മൾ പറയുന്നതും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിലിപ്പം നമ്മൾ ഈ പൗരസ്ത്യ സഭകൾ എന്നൊക്കെ പറയുമ്പോഴും ഓരോ സഭകളും ഇപ്പം സീറോ മലബാർ സഭ ലാറ്റിൻ സഭയുടെ ആരാധനാക്രമത്തെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുന്നു. അവിടെ മാത്സര്യമോ കാര്യമോ ഒന്നുമില്ല, മാത്സര്യമൊന്നുമില്ല. നമ്മൾ മറ്റു സഭകളുടെ ആചാരങ്ങളെയും ബഹുമാനത്തോടു കൂടെ കാണും. അച്ഛൻ പറഞ്ഞത് സഭയിൽ നിന്ന് വിഘടിച്ചു പോയവരെ കുറിച്ചാണ്. പക്ഷെ സഭയ്ക്കകത്തായിരിക്കുമ്പോൾ തന്നെ അപ്പോഴാണല്ലോ ഈ ഐക്യം വരുന്നത്, ഏകത്വം വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഏകത്വം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്ന് തോന്നുന്നത് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. സഭയുടെ ഈ ഏകത്വം നിലനിർത്തുന്നതിന് വേണ്ടി സഭയിൽ നിന്ന് പോയവര് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. 2, സഭയിലായിരിക്കുമ്പോൾ തന്നെ ഏകവിശ്വാസത്തോടു കൂടി നമ്മുടെ കൂടെയുള്ള മറ്റ് സഭകളുടെ വിശ്വാസം എന്ന് ഞാൻ പറയുമ്പോൾ ആരാധനാക്രമത്തെയും ബഹുമാനത്തോടു കൂടി കാണുക, അവരെ ആദരിക്കുക, വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ അവരെ ആദരിക്കുക. ഒരു കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അവരുടെ കഴിവുകളെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കുടുംബം ഒരുമിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം അതുപോലെ നമ്മുടെയും പ്രാർത്ഥന ഇതാണ്, സഭ ഏകമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നമ്മളെല്ലാവരും പല അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ ഒരാൾ വേദനിച്ചാൽ മതി, സഭയ്ക്ക് തന്നെ അത് വേദനയാണ്. ക്രിസ്തുവാകുന്ന സഭയെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ എല്ലാ അവയവങ്ങളും ഒരുമയോടെ നിലനിൽക്കുവാൻ വേണ്ടി, ഐക്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഒരാഴ്ച പ്രാർത്ഥിക്കാം. നമുക്ക് സഭൈക്യവാരമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഈ സഭൈക്യവാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എല്ലാ സഭകളുടെയും ഐക്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എല്ലാ ദിവസവുമുള്ള നമ്മുടെ പ്രാർത്ഥനകളിലും ഈ പ്രാർത്ഥന ഉണ്ടാകണം. സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.